മാസ്റ്റർ 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 മുതലാളി നമ്മുടെ വിന്നിയെ കൊല്ലാൻ പോകുന്നു. അരുത് സാർ, വിന്നിയെ കൊല്ലരുത്. ഉപയോഗമില്ലാത്ത ഈ ജന്തുവിനെ ഇനി നഷ്ടം സഹിച്ച് പോറ്റണോ? ലാഭം കുറവ് ഉണ്ടാക്കി തന്നിട്ടില്ലേ സാർ? ഉടമ നിങ്ങളാണെങ്കിലും വിന്നിയെ വളർത്തിയത് ഞാനാ. ഇങ്ങനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗതം, വിന്നിക്ക് പരിക്കേറ്റത് അതിന് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ കഴിവുകേടുകൊണ്ടാ. അതിന് ഈ സാധു ജീവിയെ ശിക്ഷിക്കരുത്. ഹോബിക്കോ പ്രിസ്റ്റൈനോ വേണ്ടിയല്ല ഞാൻ ഇതിനെ വളർത്തുന്നത്. എനിക്കിതൊരു ബിസിനസ്സാണ്. അടുത്ത സീസൺ കൂടി മനസ്സിൽ കണ്ട് ഞാൻ പലതും കണക്കൂട്ടിയിരുന്നു. നീ കൂടി ഉറപ്പ് തന്നപ്പോ ഞാൻ കൂടുതൽ മോഹിച്ചു. പകരം ഈ ജന്തു എന്റെ കൺമുമ്പിൽ കിടന്ന് പുഴുത്ത് ചാകുന്നത് കാണാൻ എനിക്കാവില്ല. നിങ്ങൾ കാണാതിടത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. വിന്നി എനിക്ക് വിട്ടു തന്നാൽ മതി. ഗൗതം, നീ എന്തിനീ ഭ്രാന്ത് കാണിക്കുന്നു? നിങ്ങളെപ്പോലെ ഇതൊരു ബിസിനസ്സായി കാണാത്തതുകൊണ്ട് എന്നെയും കൊണ്ട് ഇത് ഓടി ജയിച്ച നിമിഷങ്ങൾ എനിക്ക് മറക്കാനാവില്ല. ആ സ്നേഹവും നന്ദിയും കാണിക്കാൻ എനിക്കൊരു അവസരം വേണം. പക്ഷെ എന്റെ സ്റ്റേബിളിൽ ഇതിനെ കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. മോൻ കരയണ്ട, ബിന്നിക്കൊക്കെ മാറും. അവനെ ഡേവിഡിന്റെ അടുത്തേക്ക് കൊണ്ടില്ലേ? വാ ചെല്ലു മോനെ. വാ. മോൻ കരയരുതേ. ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോ വിന്നിയുടെ അസുഖമൊക്കെ മാറില്ലേ? അപ്പൊ പിന്നെ മോനെ വിന്നിയുടെ പുറത്ത് ടപ്പ് 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 എന്ന് പറഞ്ഞ ആരാ വന്നിരിക്കുന്നത് നോക്കി നോക്കി നോക്കി. ആന്റി വന്നിരിക്കുന്നു. ആ കണ്ട കണ്ട, കരയരുത് കരയരുത്, സ്മാർട്ട് ആയിരിക്കും. പ്ലീസ് രാഹുൽ, രാഹുൽ, നോ. മോൻ അമ്മമ്മയെ കാണണ്ടേ? വേണ്ട. കമാൻ രാഹുൽ. രാഹുൽ കം. വരാൻ. അമുക്കുകളെ, ഇഞ്ഞി കിടന്ന് മൂങ്ങിട്ട് എന്താടാ കാര്യം? നിങ്ങളുടെ കൺമുമ്പിൽ നല്ലേ ആ പെണ്ണ് പാട്ടും പാടി കൊച്ചിനെയും തട്ടിക്കൊണ്ട് പോയത്. നാണക്കേട്. ഇതിനെല്ലാറ്റിനും ഡേവിഡിനെ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇനി അതിനെപ്പറ്റി വഴക്കുണ്ടാക്കണ്ട. പോയ കുട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ വല്ല പോംവഴി ഉണ്ടോന്ന് നോക്ക്. എന്നാ ഉള്ള പോണം. முடியாது. கொஞ்சம் தொடங்களே. திறக்க முடியாது. ப்ளீஸ். திறக்க முடியாதுன்னு சொன்னேன்ல, திரும்பி போயா. രാഹുൽ, രാഹുൽ, രാഹുൽ. ഗൗതം, തനിക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ മകൻ എവിടെ? എടോ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ ഞാൻ... ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ? കോടതിയും പോലീസും തെരുവ് ഗുണ്ടകൾ അവരെ എനിക്കെതിരെ നിർത്തിയില്ലേ? ഇനി പട്ടാളത്തെ വിളിച്ചാലും ശരി, ഞാൻ എന്റെ മോനെ കൊണ്ടേ പോകൂ. ഇറങ്ങിപ്പോടാ പട്ടി. ആ പേരിൽ നിങ്ങളെ ഞാൻ വിളിച്ചാൽ പട്ടികൾക്ക് പോലും മാനക്കേടാവും. എടാ, ഈ റാസ്കലിനെ പിടിച്ച് വെളിയിൽ തള്ള്. രാഹുൽ, രാഹുൽ. Please.
Come on. രാഹുൽ മോനെ കാശ് ഉണ്ടെന്ന് എഴുതി എന്ത് പോക്കറ്റവും കാണിക്കാന്നായിരിക്കും അല്ലേ? അതെ, നിങ്ങളുടെ കളി എന്ന് മാസ്റ്റർ എടുത്ത് വേണ്ട. മോനെ വിട്ടുകൊടുക്കുക, മാസ്റ്റർ കള്ളക്കേസ് കൊടുക്കുക, പോലീസ് പിടിപ്പിക്കുക. പോലീസിനെ വിളിക്കുക, എന്നെ അറസ്റ്റ് ചെയ്യിക്കുക. വണ്ടിയൊന്നും എടുക്കൂല, കേട്ടിറക്ക്. ഹേ മാഡം, സ്വന്തം മകളുടെ മരണത്തിന് കാരണക്കാരിയായ നിങ്ങൾ രാധിക വർമ്മയല്ല, രാക്ഷസി വർമ്മയാണ്. സൊസൈറ്റി ലേഡി എന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ടായില്ല. നിങ്ങൾക്കില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ. അതെന്റെ മാസ്റ്റർ അടുത്ത് ഇഷ്ടം പോലെയുണ്ട്. മനസ്സിലായില്ല അല്ലേ? സ്നേഹം, അന്തസ്, ആഭിജാത്യം, സംസ്കാരം. അവസാനമായിട്ട് ഒന്ന് പറഞ്ഞേക്കാം, എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്. ഇനി എന്റെ മാസ്റ്ററുടെ ദേഹത്ത് ഒരു പോറൽ ഏൽപ്പിച്ചാൽ നിങ്ങളെ കൊല്ലം ഞാനിച്ചാവും. എന്താ ഇത്? ബെയിൽ ആപ്ലിക്കേഷൻ ഒപ്പിട്ടോളൂ. മകന്റെ പ്രശ്നത്തിൽ കോടതി വിധിക്കുന്നതുവരെ രാധിക വർമ്മയുടെ വീട്ടിൽ പോവുകയോ അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പു കൊടുക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. സ്വാമി, അവരെന്റെ മകനെ ചതിവിൽ കൊണ്ടുപോയിട്ട് സത്യം അതായിരിക്കും. പക്ഷേ സ്റ്റഡ് ഫാമിലിയുടെ ഒരു വെടിവെപ്പുണ്ടായില്ലേ, അത് കണ്ട് പേടിച്ച് കുട്ടി ഓടിപ്പോന്നെന്നാണ് അവരുടെ വാദം. മിസസ് വർമ്മയുടെ കോമ്പൗണ്ടിൽ കയറുന്ന പോലും വിലക്കിക്കൊണ്ട് നിനക്കെതിരെ ഇഞ്ചക്ഷൻ വാങ്ങിയിരിക്കുകയാണ് അവർ. സ്വാമി, ഒപ്പിട്ടോളൂ. ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഇതേ ഉള്ളു വഴി. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. ലംഘിച്ചാൽ നമുക്ക് തന്നെ ദോഷമാവും, ക്രിമിനൽ കുറ്റമാകും. മകനെ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല. മോന്റെ വിഷമം എനിക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് മനസ്സിന് ബേജാറ്. രാഹുലിനെ നോക്കാൻ കഴിയാനിട്ട്. സാരമില്ല മെതുക, ആരുടെയും കുറ്റം കൊണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും മാസ്റ്റർ, ഞാൻ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എല്ലാം കഴിഞ്ഞില്ലേ, പോയിക്കോളൂ. ഇതിനെ ഇന്നലെ നടത്തിച്ച ആശുപത്രി കൊണ്ടുചെന്നപ്പോ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അതിശയായിപ്പോയി. മുതലാളി അടക്കം എല്ലാരും കൈ ഒഴിഞ്ഞതല്ലേ ഇതിനെ. കൊണ്ടേ കെട്ടിക്കോ. ഓ, കഴിഞ്ഞ വിരോധമെല്ലാം നമുക്ക് മറക്കാം. ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഡേവിഡിനെ ഞാൻ ഈ ബാറിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. നീ ഇങ്ങനെ കീഴടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സ്റ്റെല്ലയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. കഷ്ടം ഡേവിഡ്, എനിക്ക് നിന്നോട് സിമ്പതിയാണ്. സിമ്പതി? വൈ? സ്റ്റെല്ലയ്ക്ക് വേണ്ടിയല്ലേ നീ എന്നോട് വഴക്കിട്ടത്. എന്നെങ്കിലും അവളെ നിനക്ക് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വൈ നോട്ട്? ലാസ്റ്റ് 15 years നോ. 10 വർഷമായി ഞങ്ങൾ ലവേഴ്സ് ആണ്. സമ്മതിച്ചു. പക്ഷേ അതിൽ കൂടുതൽ വർഷമായിട്ട് നിന്റെ മമ്മിയും അവളുടെ പപ്പയും തമ്മിൽ ലവ് ആണ്. തണ്ണി, എന്റെ മമ്മിയെ പറ്റി വൃത്തികെട്ട അപവാദം ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ ഇല്ലാത്തതാണെങ്കിൽ നീ എന്റെ ചെവി കുറ്റിക്കിട്ട് വീക്കിക്കോ. പക്ഷെ കർത്താവാണ് ഇതുള്ളതാ. കള്ളു കുടിച്ച് ബോധം കെട്ടുമ്പോ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ.
നിന്റെ മമ്മിയുമായി അയാൾക്കുള്ള പ്രേമബന്ധം, ലവ് അഫയേഴ്സ്. വെരി സൂൺ അവർ പോവുകയാണ്. അപ്പോ നിന്റെ മമ്മിയുടെ ഭർത്താവിന്റെ മകൾ നിനക്ക് പെങ്ങളാവില്ലേ? സ്വന്തം സിസ്റ്ററെ നിനക്ക് കെട്ടാൻ ഒക്കൂടാ? എന്റെ മമ്മി? നോ, ഐ കാൺട്ട് ബിലീവ് ദിസ്. സ്റ്റെല്ല, നിന്റെ പപ്പ എവിടെ? ഡോക്ടർ പോൾ വർഗീസ്. എന്താ കാര്യം? എനിക്ക് അങ്ങനെ കാണണം, ഇപ്പൊ കാണണം. എവിടെ ഉണ്ടെന്ന് പറ. എനിക്കറിയാൻ പാടില്ല, കാലത്തെ പോയതാ. കാലത്ത് പോയതാ? അപ്പൊ എന്റെ മമ്മി? എന്തിനാ എഴുന്നള്ളിയത്? ഇനി ആരെ തട്ടിക്കൊണ്ടുപോകാനാണ് പ്ലാൻ? പ്രായമായ എന്നെയോ? വിവരക്കേടുകൊണ്ട് അന്ന് എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കണ്ടേ മൊയ്തുക്ക? എന്താ വന്നത്? കുതിര പ്രസവിക്കാറായെന്ന് പറഞ്ഞിട്ട് അയ്യോ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് ഇവിടെയല്ല, ബീച്ച് ഫാമിലാണ്. മാഡം വരികയാണെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേലാൻ നിഖിൽ പ്രത്യേകം പറഞ്ഞു. ലെറ്റ്സ് ഗോ. ആ, ഡോക്ടർ വരികയാണെങ്കിൽ ട്രിപ്പ് കൊടുത്തേക്കാൻ പറഞ്ഞേക്കും. ഇവിടെ ഇറത്തിയാൽ മതി. ഇതാണ് ബീച്ച് ഫാം. പ്രസവം അടുക്കാറാവുമ്പോ കുതിരകളെല്ലാം ഇങ്ങോട്ട് മാറ്റും. മാഡം വളരെ ലക്കിയാണ്. ഇത് ബ്ലൂ ഏഞ്ചലിന്റെ ആദ്യത്തെ പ്രസവ. പ്ലീസ്. നിഖിൽ, നിഖിൽ, നിഖിലെന്നല്ല, മറ്റാരും ഇത് കേൾക്കില്ല. അപ്പൊ എന്നെ ഇവിടെ? ബഹളം വെക്കരുത്. എന്റെ മകനെ കൊണ്ടുപോയതിന് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഒരുത്തനും ഈ പരിസരത്ത് നിന്ന് സഹായിക്കാനെത്തില്ല. എന്റെ മകനെ പോലെ അച്ഛനെ പെഞ്ചരിക്കുന്ന ദുഃഖം നീയും അറിയണം. മകൾ നഷ്ടപ്പെട്ടാലുള്ള വേദന നിന്റെ അച്ഛനും. എക്സ്ക്യൂസ് മീ. കുട്ടിയെ ഒരിക്കൽ കണ്ട് പെട്ടെന്ന് തിരിച്ചയക്കാമെന്ന് ആന്റി എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ അവിടെ കൊണ്ടുപോയത്. അവനെ കൈ കിട്ടിയപ്പോ അവര് വാക്ക് മാറി. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ മാരകമായ രോഗത്തിൽപ്പെട്ട എന്റെ സിന്ധു അവസാനം അവളുടെ ജഡം പോലും കാണിക്കാതെ ഇന്നും ആ വേദനയിൽ കഴിയുന്ന ഞാൻ, ഓർമ്മ വെച്ചത് മുതൽ അമ്മയെയും അച്ഛനെയും പിരിഞ്ഞിരിക്കാൻ വിധിക്കപ്പെട്ട എന്റെ മകൻ, അറിഞ്ഞുകൊണ്ട് ആരോടും തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ഗൗതം, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചല്ല. ഒരു നിമിഷം ഈ മുറിക്കാ തൊട്ടപ്പെട്ടപ്പോ നീ എന്തുമാത്രം വിഷമിച്ചു. അതിൽ കൂടുതൽ എന്റെ മോനെ അവിടെ സഹിക്കുന്നുണ്ടാവില്ലേ? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. പോയിക്കോളൂ, പോകാൻ.
ഞാൻ ഹെൽപ്പ് ചെയ്ത പ്ലീസ്. നോ. താങ്ക് യു. വണ്ടി സ്റ്റാർട്ട് ആവില്ല മാഡം. കളി ആംഗ്ലോ ഇന്ത്യൻസിനോട് വേണ്ട. ഓക്കെ ഡേവിഡ്, വരുന്നു മാസ്റ്റർ. എനിക്ക് ആകെ കൂടി ഒരു മകളേ ഉള്ളൂ. അവളുടെ മാരേജ് അന്തസ്സായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നായിരുന്നു എൻ്റെ വാദം. ചെറുക്കൻ്റെ അപ്പൻ എതിർത്തു. ഒടുവിൽ ബന്ധം മുറിയോന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ സമ്മതിച്ചു അത് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നടത്താൻ. അത് നന്നായി. ഈ മാരേജിൻ്റെ കാര്യം അറിയുമ്പോൾ ഡേവിഡ് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഷേളി തന്നെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഡേവിഡിന്റെ സമ്മതത്തോടെ ഈ മാരേജ് നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവനോട് അന്വേഷിക്കാതിരിക്കുക നല്ലത്. മിസ്റ്റർ പോൾ മകളോട് ഈ കാര്യം പറഞ്ഞോ? അവളോട് എന്ത് പറയാൻ? സ്റ്റെല്ല എൻ്റെ ഇഷ്ടത്തിനേ നിൽക്കത്തുള്ളൂ. എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് ഈ മാരേജ് അങ്ങ് നടത്താം. What is this? ഞാൻ സമ്മതിക്കില്ല. അതില്ലാതെ ഈ വിവാഹം നടക്കണമെങ്കിൽ എന്റെ ശവം ഇവിടെ എടുക്കേണ്ടി വരും. ഡേവിഡ്, തണ്ണി പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ആർ യു നോട്ട് അഷേംഡ്? ഈ പ്രായത്തിൽ രണ്ടും കൂടി നടത്തുന്ന വൃത്തികെട്ട ഈ അരിഞ്ഞോ ഞാൻ. മിസ്സിസ് ഐസക്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡേവിഡ്, എന്താ നീ കാണിക്കുന്നത്? ഇതിലും ഭേദം വല്ല പോയിസണും തന്നെ നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നു. മമ്മി പറയുന്നത് കേൾക്കൂ ഡേവിഡ്. നോ, ഞാനും സ്റ്റെല്ലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് ഈ കിഴവനുമായിട്ട് ഒരു അഫയർ നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അഫെയർ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? യു ആർ എ ചീറ്റ്. സ്വന്തം മകനെ നശിപ്പിക്കാൻ തുടങ്ങുന്ന നിങ്ങൾ. ഇന്നു മുതൽ നിങ്ങൾ എന്റെ മമ്മിയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. ഇഷ്ടം പോലെ ജീവിച്ചോളൂ, ആരെ വേണമെങ്കിലും കെട്ടിക്കോളൂ. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഗുഡ് ബൈ. മഹാഭാവി, നിന്റെ തലയിൽ എടുത്തേ വീഴും.